പേരാമ്പ്ര സംഘർഷത്തിൽ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസിന്റെ വാദം പൊളിഞ്ഞു. ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ലാത്തി കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടു. ഷാഫി പറമ്പിലിന്റെ ചോര വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവൻ വേണം വെച്ചിട്ട് അവൻ നോക്കിയിട്ട് ഞാൻ അവനിപ്പോ മുമ്പിൽ കാണുന്നില്ല. അറിയാതെ അടിച്ചവനാണ് ഇപ്പൊ മുമ്പിൽ നിന്ന് മാറില്ലല്ലോ. പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതുവരെ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. പ്രതിഷേധം അണപൊട്ടിയതോടെ എല്ലാം ഷാഫിയുടെ ഷോ എന്ന തരത്തിലായിരുന്നു CPM DYFI പ്രചാരണം. ലാത്തി കൊണ്ട് അടിച്ചിട്ടില്ലെന്ന് പോലീസും പറഞ്ഞു. ഇന്ന് രാവിലെ ഷാഫിയെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന്. ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി ഇവിടെ ഇരിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി മാറുമെന്ന് അവർ ബോധ്യപ്പെടണം. ഇതോടെ പോലീസിന്റെയും CPMന്റെയും വാദങ്ങൾ പൊളിഞ്ഞു. പറഞ്ഞ കാര്യങ്ങളിൽ CPM പ്രതിരോധത്തിലായി. ഷാഫി ഇല്ലായിരുന്നുവെങ്കിൽ പേരാമ്പ്രയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുമായിരുന്നുവെന്ന പ്രതികരണം നടത്തി പോലീസിനെതിരെയുള്ള ആരോപണം UDF നേതാക്കൾ കടുപ്പിച്ചു. മാത്രവുമല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാൻ CPMന്റെ തന്ത്രമാണെന്നും UDF ആരോപിച്ചു. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ AKG സെന്ററിൽ നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും. പേരാമ്പ്ര CKGM കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ UDSFനായിരുന്നു വിജയം. ആഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞപ്പോൾ സംഘർഷമായി. ഇതേ തുടർന്ന് ഇന്നലെ വൈകിട്ട് UDF പ്രവർത്തകരും CPM പ്രവർത്തകരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം മുഴക്കി. പ്രവർത്തകർക്കെതിരെ പോലീസ് കണ്ണീർവാതകവും ലാത്തിയും പ്രയോഗിച്ചു. ഷാഫി ഉൾപ്പെടെ 20-ലധികം പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലുകൾ പൊട്ടിയതോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംസ്ഥാനത്തൊട്ടാകെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് UDF നീക്കം. പോലീസിനെതിരെയുള്ള വാദങ്ങൾ CPMന്റെ കഴുത്തിൽ കെട്ടാൻ UDFന് അധിക സമയം വേണ്ടി വന്നില്ല. ആ ദൃശ്യങ്ങൾ അതിന് സഹായകമാവുകയും ചെയ്തു. അതോടൊപ്പം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFന് കിട്ടിയ സൂപ്പർ മൈലേജുമാണ് പേരാമ്പ്രയിലെ വിഷയം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.